ഹലോ ഗൈസ്, സൺഡേ ഇസ്മായിൽ വാക്ക് ആൻഡ് ട്രിപ്പ് അല്ല, സൺഡേ ഇസ്മായിൽ ട്രിപ്പ് എന്ന പേര് അതിൽ എനിക്ക് എന്താക്കി വോയിസ് വ്ലോഗ് പോലെ സൺഡേ ഇസ്മായിൽ വ്ലോഗിലേക്ക് ഞങ്ങളെ എല്ലാവർക്കും സ്വാഗതം. സൺഡേക്കും വരെയും വണക്കം. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് വീണ്ടും വയനാട് ഡിസ്ട്രിക്റ്റിലേക്ക് തന്നെയാണ്. പക്ഷെങ്കിൽ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്, വ്യത്യസ്തമായ കാഴ്ചകളാണ്, വ്യത്യസ്തമായ യാത്രയാണ്. ഇസ്മായിൽ നമ്മുടെ ഡ്രൈവർ മിസ്റ്റർ മലയാളി അല്ലേ? പിന്നെ ഹായ് ജംഷി. ജംഷിക്കുട്ട് സിറാജ് പൊലച്ചൊക്കെ പോയിട്ട് ഇപ്പൊ വൈകുന്നേരം വരെ ഉറങ്ങുന്നുണ്ട്. ഇപ്പൊ ഉച്ചക്ക് പോരും. ആ എന്ത് നടക്കാൻ സാധ്യത ഇസ്മായിലെ പുറത്താക്കി. സൺഡേ ട്രിപ്പ് ഈവനിങ് എടുക്കുന്നത് ശ്രദ്ധിക്കും. മലനിരകളിലൂടെയുള്ള കണ്ടുകൊണ്ടുള്ള ആ ഒരു യാത്ര. അങ്ങനെ ഞങ്ങൾ 90 കിലോമീറ്റർ ഓടിയതിനു ശേഷം കാശ്മീരിനെ മറികടക്കുന്ന നെല്ലർച്ചാല്. അന്നാരാ ഇപ്പൊ അടുത്ത ഭാഗത്തിലെ ഇസ്മായിലിന്റെ നെല്ലർച്ചാൽ പറഞ്ഞല്ലേ. ക്യാപ്റ്റൻസ് ഡയറീസ് വ്ലോഗ് 30. മനോഹരമായ സ്ഥലം. ഹാപ്പി ആയി. വയനാട് നെല്ലർച്ചാലാണ് സ്ഥലം. ആ പറ. ഫജറിന്റെ അടുത്ത യാത്ര അതിന്റെ ലൊക്കേഷൻ സെറ്റാക്കുന്ന മനോഹരമായ ഒരു സ്ഥലം. ചെറിയ മൊട്ടക്കുന്ന്, വെള്ളം, നല്ല ഒത്ത തണുപ്പ്, മയക്കാറ്. ഏതാ മക്കളല്ലേ? എന്താ സീബ വെല്ലർച്ചാല് ഇസ്മായിൽ എന്നാണ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ. ഹിഡൻ ജെംസ് കാശ്മീരിലെ ഗുൽമർഗിന് ഓർമ്മിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രദേശം. ഗുൽമർഗിലെ ലൈക്ക്, ഗുൽമർഗിലെ ഒരു ജൂൺ ജൂലൈ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ, ആഷിക്കെല്ലാം പോയ സമയത്തുള്ള കാണാത്ത ഗുൽമർഗ് ലൈക്കാ. നടന്നോ? ഗുൽമർഗിൽ ലേക്കില്ല കേട്ടോ. ഞാൻ പ്രതീക്ഷ തീ ഇങ്ങനെ പറക്കുന്നില്ല. അങ്ങനെ വീക്കിലി ട്രാവൽ വിത്ത് ഇസ്മായിൽ. ഇസ്മായിലിന്റെ അലിബാബ ഡിന്നർ. ഓക്കെ, പ്രസിദ്ധമായ അലിബാബ. അങ്ങനെ ഞങ്ങളുടെ സൺഡേ യാത്ര, ഇസ്മായിലിന്റെ നേതൃത്വത്തിലുള്ള യാത്ര അവസാനിക്കാൻ പോവുകയാണ്. എവിടെ ബാക്കിലെ ആളുകൾ? ഇന്ന് പ്രമോഷൻ കിട്ടിയത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രമോഷൻ മാത്രമാണ്. താൽക്കാലികം, വളരെ താൽക്കാലികമാണ്. ചിലപ്പോൾ അടുത്ത തട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇത് കിട്ടിയത്. എന്നാലും ഇൻഷാ അല്ലാഹ് വീണ്ടും സന്ധിക്ക് വരേക്കും.